ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചേട്ടന്റെ ദേഹത്ത് ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. എന്റെ സച്ചേട്ടനും ആ കുടുംബത്തിനും വേണ്ടി എന്റെ പ്രാണൻ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാ. ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കണം. വന്നയാൾ കള്ളനായിരുന്നുവെങ്കിലും അയാളുടെ നാവിലൂടെ പറയപ്പെട്ടത് സത്യം തന്നെയാണ്. പക്ഷേ ആ മലയിലെ സ്വാമി പറഞ്ഞത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതാണല്ലോ. അത് കാര്യങ്ങൾ ശരിയായിട്ട് ഗ്രഹിക്കാതെ പറഞ്ഞതാണ്. ഭാഗ്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതാ കുഞ്ഞിന്റെ 9 വയസ്സിന് ശേഷം മാത്രമാണ്. 9 വയസ്സുവരെ പിതാവിൽ നിന്ന് അകന്നു കഴിയാനുള്ള യോഗമാണ് ആ കുഞ്ഞിന്. ആ കുഞ്ഞിന്റെ ജനന സമയത്തിനൊരു കുഴപ്പമുണ്ട്. ഭാഗ്യചക്രങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ഒരു ജനനം. ദുരന്തങ്ങൾ ഇനിയും പെരുമഴ പോലെ വന്ന് കയറുമല്ലോ കുട്ടിയെ. ഇടയ്ക്കിടെ ഞാൻ അങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് സ്വാമി. സ്വപ്നങ്ങൾ ചില സൂചനകളാണ്. ഈ കുഞ്ഞിന്റെ ജന്മം കൊണ്ട് ഇന്നുള്ളതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ബന്ധങ്ങളെല്ലാം കൈവിട്ടു പോകും. ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഓർമ്മകളില്ലാത്ത ഒരു കാലത്തിൽ ജീവിക്കേണ്ടി വരും. അതുമാത്രമല്ല, 9 വയസ്സുവരെ ഈ കുഞ്ഞ് അച്ഛനോടൊപ്പം ജീവിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ജന്മം കൊടുത്ത പിതാവിന് മരണം ഉറപ്പാ. ഇതിനിപ്പോ എന്താ സ്വാമി ഒരു പരിഹാരം? എന്റെ സച്ചേട്ടനും ആ കുടുംബത്തിന് ഒരു ദോഷം വരാൻ പാടില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് ജീവനോടെ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ. ആ കുഞ്ഞ് 9 വർഷം ആ വീട്ടിലുണ്ടാകാൻ പാടില്ല. സ്വന്തം പിതാവിന്റെ കൺവെട്ടത്ത് പോലും ആ കുഞ്ഞുണ്ടാകരുത്. ഈ കുഞ്ഞുമായി വീട് വിട്ടു പോകാനാണ് നിങ്ങളുടെ യോഗം. അത് സംഭവിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ആ കുടുംബം നശിച്ചില്ലാതാകും. ബിസിനസ്സും സമ്പത്തും ഇന്നുള്ള സർവ്വ പ്രതാപവും നഷ്ടപ്പെട്ട് തെരുവിൽ അലയേണ്ടി വരും. ഇതിൽ നിന്നും അവരെ രക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം സ്വാമി? നിയോഗമനുസരിക്കണം. ആ കുഞ്ഞുമായി നിങ്ങൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം. ഉടൻ തന്നെ ഒരു താലികെട്ട് കൂടി നടക്കാൻ പോവുകയാണല്ലേ? അത് സ്വാമി, അതാണ് നിനക്ക് ആ കുഞ്ഞുമായി അവിടെ നിന്നും പോകാനുള്ള സമയം. അതിനുള്ള കാരണവും സ്വയം ഉണ്ടാകും. ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ലേ സ്വാമി? ഇല്ല. എനിക്കിനി ഒന്നും പറയാനില്ല. പൊയ്ക്കൊള്ളൂ. ഇത്രയ്ക്കും ശാപം പിടിച്ചൊരു ജന്മായിരുന്നു എന്റേത്. എങ്കിൽ പിന്നെ എന്തിനാ എനിക്കിങ്ങനൊരു ജീവിതം തന്നത്? ഒരു കുടുംബവും കുഞ്ഞിനെയും തന്നത്?
സിദ്ധം പറഞ്ഞ കാര്യങ്ങൾ സച്ചേട്ടനോട് എങ്ങനെയാ ഞാൻ പറയാ? എന്റെ സച്ചേട്ടനില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, കഷ്ടപ്പെട്ടു. ഒടുവിൽ മോളെ കിട്ടിയപ്പോ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അവളുടെ ജന്മം എന്റെ സച്ചേട്ടന്റെ ജീവൻ ആപത്താവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. സച്ചേട്ടന്റെ ദേഹത്ത് ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. എന്റെ സച്ചേട്ടനും ആ കുടുംബത്തിനും വേണ്ടി എന്റെ പ്രാണൻ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാ. അയ്യോ, എന്തു പറ്റി? ആരെങ്കിലും ഒന്ന് ഓടി വന്നേ. ദേവര് കുട്ടി മയങ്ങി വീഴുന്നു. അയ്യോ മോളെ, എന്താ പറ്റി? മോളെ എന്തു പറ്റി? എന്തു പറ്റിയതാ? വാ വാ, ഇവിടെ ഇരിക്കാം. ആ കുട്ടിയെ അങ്ങോട്ടൊന്ന് മാറ്റിയിരുത്തൂ. അർച്ചനെ, മോളെ അർച്ചനെ. എന്തു പറ്റി മോളെ? ഒന്നുമില്ല, പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം. അയ്യോ, അതൊന്നും വേണ്ട. അതൊന്നും പറ്റില്ല. ഇവിടുന്ന് ഇറങ്ങുന്ന വഴിക്ക് വെളിയിലെങ്ങാനും വീണാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് അവരെ കൂടെ പൊയ്ക്കോളൂ. മോളെ ഇത് കുടിച്ചോ, ക്ഷീണം മാറും. കുടിക്കു കുട്ടി, ക്ഷീണം മാറട്ടെ. മോനെ ബീനു,